ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്തായിത്തീരും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ. നിങ്ങളുടെ വ്യക്തി നല്ലോണം ലല്ലല്ലാ പാടിയൊക്കെ നടക്കുന്ന ഒരാളാണ്. ഈ ലല്ലല്ലാ പാടലൊക്കെ നിൽക്കും. ഇവരുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോലും ഇവർ ഒരുപാട് അലച്ചിലുകൾ നേരിടേണ്ടതായിട്ട് വരും. അത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ഇവർക്ക് ഒരുപാട് അലച്ചിലുകൾ നടന്ന് മറ്റുള്ളവരുടെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് മാത്രം എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും നടക്കാനുള്ള സിറ്റുവേഷൻ ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടും. ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂടി ഉറക്കമില്ലായ്മ, ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള തളർച്ച, ശാരീരികമായിട്ടുള്ള തളർച്ച, ടോട്ടലി എന്താ പറയാ, ഒരു റിയാലിറ്റി എന്താണെന്ന് ഫേസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോഴൊക്കെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല, കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ഇതുണ്ടാവില്ല. പക്ഷെ റിയാലിറ്റി എന്തായിരുന്നു, ആരായിരുന്നു, എന്തെന്തായിരുന്നു എന്നുള്ള ഒരു വകതിരിവ്, സ്ഫടികത്തിൽ പറയണ പോലെ പോയി വകതിരിവ് പഠിച്ചിട്ടോ എന്ന് പറയില്ലേ, അപ്പൊ വകതിരിവ് പഠിക്കും. നല്ല രീതിക്ക് വകതിരിവ് പഠിച്ചിട്ട് വരും. ആ വകതിരിവ് പഠിക്കുമ്പോൾ കുറേ ആളുകളെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൈമലർത്തി കാണിക്കും. ആരും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. കാരണം ഈ വ്യക്തിയുടെ, നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉള്ള ആളുകള്, ഇപ്പൊ നിലവിലുള്ള ആളുകൾ അവരുടെ പല നല്ല കാര്യങ്ങൾക്കും ഇപ്പോ തേർഡ് പാർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ അവര് പതിയെ പതിയെ ഇങ്ങനെ അകറ്റാൻ നോക്കും. അങ്ങനെ പതിയെ പതിയെ അകറ്റി ഇങ്ങനെ ഒരു മൂലയിൽ കൊണ്ട് അങ്ങോട്ട് വെക്കും. മനസ്സിലായോ? അപ്പൊ പൊതുവെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റെടുത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിട്ടിച്ചകഞ്ഞും എനിക്ക് നല്ലൊരു കാലം ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള, നിങ്ങളുടെ വ്യക്തി ആലോചിക്കും, ഞാൻ പല കാര്യങ്ങളും പല വിധത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എന്താ പറയാ, എന്നോ സ്നേഹിച്ചവരുടെ സ്നേഹങ്ങളൊന്നും കാണാതെ ഞാൻ പല വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കാരണം നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാനോ ആരും റെഡിയാകത്തില്ല. ഒന്നല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടീനായിട്ടോ അല്ല വഴക്കൊക്കെ ഉണ്ടാക്കി അടിപിടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടേ പോരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഇവരങ്ങോട്ട് ഉപേക്ഷിക്കും. മനസ്സിലായോ? മൈൻഡ് ചെയ്യാതെയാകും. ഇയാൾ ഇനി എന്താണ്, അല്ലെങ്കിൽ ഇവൾ ഇനി എന്തിനാ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ട് മൂലയിലോട്ട് ഇങ്ങനെ തള്ളി വെക്കുന്ന ഒരു പരിപാടി. അതുമൂലം അച്ചമ്പിക്ക് നല്ല രീതിക്ക് കൊള്ളും. അത് മറ്റേ കുറിക്ക് കൊള്ളുക എന്നൊക്കെ പറയില്ലേ, കുറിക്ക് തന്നെ കൊള്ളും. തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് ബ്ലാക്ക് മാജിക് എനർജി ഉണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് ഈ എന്താ പറയാ, നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിവ്, ബോധവൽക്കരണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വരുമെങ്കിലും ആരും
അത് ചെവിക്കൊള്ളാനോ ആരും അത് അംഗീകരിക്കാനോ റെഡിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരുവിധപ്പെട്ട കാവടി തുള്ളലൊക്കെ അപ്പം അവിടെ നിൽക്കും നിങ്ങളുടെ വ്യക്തിയുടെ. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് പറഞ്ഞോ. ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മൂവ് ഓൺ ചെയ്ത സ്ഥലത്തൊക്കെ ഹലോ ആളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കാനും തിരക്കാനും ചിലപ്പോ കാലിൽ വീണ് മാപ്പ് പറയാൻ വരെ അവനവന്റെ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വരെ തയ്യാറാകുന്ന ആളാണ്, അല്ലെങ്കിൽ ആൾക്കാരാണ്. കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. പണ്ടത്തെ ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻ ആവും. ഈ വ്യക്തിയുടെ അടുത്തുള്ള ഇവരുടെ ഒരു ക്യാരക്ടർ അറിയാവുന്നത് കൊണ്ട് കുറച്ചാളുകൾ ഇവരെ ഒന്നിനും ഒരു പരിപാടിക്കും അടുപ്പിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കോടതിപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ, പിന്നെ എന്താ പറയുക, ചെയ്തത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ കിട്ടും, ചെയ്തത് ചീത്തയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കർമ്മരൂപത്തിൽ കിട്ടുന്നതാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ എന്താണോ ചെയ്തത് അതിനൊക്കെ പാടത്ത് പണി വരമ്പത്ത് കൂലി, അത്ര ഉള്ള അതിന്റെ ആൻസർ. ഓക്കെ, അതാര് ചെയ്താലും. അതാണ്. ഓക്കെ 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 ഓക്കെ. ദേ ചെറിയ ആളൊന്നും അല്ല, ഇത് ഇത്തിരി വലിയ ആളാണ് കേട്ടോ. അതായത് പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു, പല ആളുകളായിട്ടുള്ള തമ്മിത്തല്ലില് വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി, ജീവിതത്തിലെ പണം സമ്പാദ്യം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. അതും അല്ലെന്നുണ്ടെങ്കിൽ തനിക്ക് തന്നെ നഷ്ടപ്പെടുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം അതാണ്, അവനവനെ തന്നെ നഷ്ടപ്പെടുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകാനായിട്ടിരിക്കുന്നു. പിന്നെന്താ, അത് മറ്റുള്ളവരെ കൊണ്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളവര് യൂസ് ചെയ്യുകയാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പരിപാടിയിലാണോ, എന്താ പറയാ തലവെച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താലും അല്ലാന്നുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗെയിം വഴി തനി വഴി എന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ഏം വഴിയില്ല, തനി വഴിയില്ല. നിങ്ങൾ ആരെങ്കിലും പറയുന്ന വഴിയിൽ കൂടി പോകാം. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോഴാണ് എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നല്ലോ, എനിക്കൊരു കുടുംബം, അതിൽ കൂടി എനിക്ക് എൻ്റെ മക്കള്, അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിനെ പോലെ സ്നേഹിച്ച, കുടുംബത്തിനെ പോലെ കൂട്ടി നിന്ന എൻ്റെ പ്രണയിനി, എൻ്റെ പ്രണയിനിയുടെ ഓപ്പോസിറ്റ് എന്താണ്, അതെനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി, എൻ്റെ ലവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കാറ്റഗറിയിലുള്ള ആളുകളെയൊക്കെ ഞാൻ ചവിട്ടി തേച്ച് പോയ ഒരു വ്യക്തി ആയിരുന്നല്ലോ. ഞാനല്ല കേട്ടാ നിങ്ങളുടെ പേഴ്സൺ, ഞാൻ ചവിട്ടി തേക്കാറില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവരെ എനിക്ക് നോക്കാം. അവരുടെ അടുത്തുള്ള അവരെ എന്തുകൊണ്ട് ഞാൻ വില കൊടുത്തില്ല? അതിൽ കൂടിയാണോ, ഞാൻ വില കൊടുക്കാത്തത് കൊണ്ടാണോ എനിക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നത്? കാരണം നിങ്ങളുടെ വ്യക്തിയുടെ കുഴപ്പം, നിങ്ങളുടെ വ്യക്തിനെ സ്നേഹിച്ച അവരെ മൈൻഡ് ചെയ്യാതെ, അതിനൊരു വില കൽപ്പിക്കാതെ, നിങ്ങളുടെ വ്യക്തി പ്രാധാന്യം കൊടുത്ത ആളുകൾക്കാണ്, വ്യക്തി പ്രാധാന്യം കൊടുത്തത് വേറെ ആളുകൾക്കാണ്, അവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്കൊക്കെയാണ്. അപ്പൊ അതിലോട്ട് തിരിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഒരു കയ്പ് അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും വരാൻ തുടങ്ങുമ്പോഴാണ് എനിക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു, എന്നെ സ്നേഹിച്ചവർ ഇങ്ങനെയാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്, അവരൊരുപാട് സ്ട്രഗിൾസ് ചെയ്തു,
ഒരുപാട് ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. ഞാൻ ചെയ്തു കൊടുക്കേണ്ട പല സിറ്റുവേഷൻസും അവരൊറ്റക്ക് ചെയ്തല്ലോ. എനിക്ക് ചെറിയ രീതിയിലുള്ള, നിങ്ങളുടെ വ്യക്തി ചിന്തിക്കും, നിങ്ങളുടെ വ്യക്തിക്ക് ചെറിയ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് പോലും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെ നിങ്ങൾ കഴിഞ്ഞ കാലത്തൊക്കെ ഒരു 5 പേര് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്തു? നിങ്ങൾ എങ്ങനെ ഇതിൽ നിന്നൊക്കെ റിക്കവേർഡായി? അങ്ങനെയുള്ള പരിപാടികളൊക്കെ നല്ല രീതിക്ക് ചിന്തിക്കും. നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം. എക്സ്പെക്ട് മിറാക്കിൾസ്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. യൂണിവേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ അത്ഭുതങ്ങളായിട്ട് പ്രവർത്തിക്കും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.